ഏപ്രിൽ മാസം 17-ാം തീയതി ഡെലിവറായ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു 2-2.5 മാസം താമസിച്ചു എന്ന് മാത്രം. ഇത് ഇൻഡോർ വെക്കണോ ഔട്ട്ഡോർ വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം ഇത് സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു വന്നു. 4 എണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് വരുന്നത്. മീഡിയം സൈസിലുള്ള 4 പോട്ടത്തിൽ വെക്കാന്നായിരുന്നു ഡീറ്റെയിലിംഗിൽ പറഞ്ഞിരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങുന്ന സ്റ്റാൻഡാണ്. അതിന്റെ 4 കാലിലും ബുഷൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ തുരുമ്പിന്റെ പാട് വരുമോന്നോ വലിച്ചാൽ പോറൽ വീഴുമോന്നൊന്നും പേടിക്കണ്ട. ഒരു സ്റ്റാൻഡിൽ ഒരു ബുഷ് പൊട്ടിയായിരിക്കുന്നത്. അതിന് ഇരുന്ന് പൊട്ടിയതാണോ നമുക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് അത് പൊട്ടി ഡാമേജ് ആയിട്ടാണോ വന്നതെന്ന് അറിയത്തില്ല. പാക്കറ്റ് വന്ന് 2.5 മാസം കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഒന്നും മിണ്ടാതെ നമുക്ക് ബുഷ് മാറ്റി വെച്ചാൽ മതി. അവരതിൻ്റെ കൂടെ ഒരു 4 ബുഷ് എക്സ്ട്രാ തരുന്നുണ്ടേ. ഈ ബുഷിൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. ഒരു പാക്കറ്റിൽ 4 എണ്ണമായിരുന്നു വരുന്നത്. 654 രൂപയായിരുന്നു അന്ന് റേറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പണികളുടെ കൂടുതൽ കൊണ്ട് ശല്യം സഹിക്കാൻ മേലാതെ ഒരു മൂലയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങിയതാട്ടോ. ദേ അപ്പം ഞാനിവിടെ എത്തി. 2 സ്റ്റാൻഡ് മാത്രമേ ഇപ്പോൾ തൽക്കാലം സ്റ്റെപ്പിൽ വെക്കുന്നുള്ളൂ. 2 എണ്ണം ഇൻഡോറിലോ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ചു. ഇതിലേക്ക് തൽക്കാലം ലീഫി പ്ലാന്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മഴയും സൺലൈറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വെയിലടിച്ചാലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത ചെടികളാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന ചെടികളാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് ഇച്ചിരി കൺജസ്റ്റഡ് ആയി പോകും. ഇത്തിരി ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് വികസിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അടുപ്പിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭംഗി ഉണ്ടാവത്തില്ല. ചെറിയ ചെറിയ ചെടികൾ വെച്ച് കൊടുക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ വെക്കാൻ പറ്റും. 2 സ്റ്റാൻഡിലായിട്ട് 5 ചെടികളാണ് ഞാനിപ്പോൾ വെച്ചിരിക്കണേ. ഇത് എല്ലാം വെച്ച് കഴിഞ്ഞു. ബാക്കി 2 സ്റ്റാൻഡിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. ഗാർഡൻ ഓരോ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനി സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bye.